ഒരു മുഹൂർത്തത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു. ഒരു വേള ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പോലും രണ്ടുപേരും പ്രതീക്ഷിച്ചു. ശരിയാണ് പറഞ്ഞത്. ഒരിക്കലും ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പ്രതീക്ഷിക്കുന്നത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം വിരസവും നിർജീവവുമായി പോവും. പ്രതീക്ഷകളെ അപ്രതീക്ഷിതമായ വഴികളിലൂടെ കൊണ്ടുപോയാലേ ജീവിതം സരസവും ആനന്ദകരവുമാവും. സന്ദീപും ദേവൂട്ടിയും ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഒന്നായിരിക്കുന്നു. ഇനി ജീവിതാന്ത്യം വരെ സന്ദീപിന് ദേവൂട്ടിയും ദേവൂട്ടിക്ക് സന്ദീപും പരസ്പരം ഇണയും തുണയുമായിരിക്കണം. കഷ്ടപ്പാടുകളിൽ പരസ്പരം കുറ്റപ്പെടുത്താനോ ദുരിതങ്ങളിൽ കൈവിട്ട് കളയാനോ ഉള്ളതല്ല വിവാഹ ജീവിതം. അത് സന്തോഷത്തിലും സങ്കടത്തിലും ഒരുമിച്ച് നിന്ന് അനുഭവിക്കാനുള്ളതാണ്. രണ്ടുപേർക്കും ആനന്ദകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. ഇനി രണ്ടുപേരും സാക്ഷാൽ മൂകാംബികാമ്മയെ കണ്ടു തൊഴുത് അനുഗ്രഹം വാങ്ങി വന്നോളൂ. അമ്മേ, എന്റെ മൂകാംബിക ദേവി, ഒടുവിൽ അവിടെ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചെങ്കിലും ദേവൂട്ടിയെ നഷ്ടമാവാതെ എനിക്ക് തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചല്ലോ. ദേവി, ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ തുണയോ അഭയവും തന്ന് ഞങ്ങളെ കാക്കണമേ. അമ്മേ, എന്നെ കൈവിടാതെ കാത്തതിന് ഞാൻ എങ്ങനെയാ അമ്മയോട് നന്ദി പറയാ? എന്റെ ദേവി മൂകാംബിക അമ്മ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം എനിക്ക് തന്ന് അനുഗ്രഹിച്ചല്ലോ എൻ്റെ അമ്മ. ദേവി, എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ദേവൂട്ടിയെ എൻ്റെ അമ്മ സ്വീകരിക്കണം. ഇവളോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മറന്ന് സ്വന്തം മോളെ പോലെ ഇവളെ കാണാനുള്ള മനസ്സ് അമ്മയ്ക്ക് നൽകണേ ദേവി. അമിതാവേശം അബദ്ധമായി മാറുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ വിഡ്ഢി? ഓരെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? കുറ്റപ്പെടുത്തും.
തെറ്റ് ചെയ്താൽ കുറ്റപ്പെടുത്തുകയല്ല, ശിക്ഷിക്കുകയാണ് വേണ്ടത്. നിന്റെ വിഡിത്തം കൊണ്ട് കൈ അകലത്തിൽ നിന്ന് നമുക്ക് വിജയം നഷ്ടമായി. വിദേശത്തു നിന്നുള്ള നിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഒരിക്കലും ആ ചടങ്ങിന് വരില്ലെന്ന് നിനക്കറിയാമായിരുന്നു. എന്നിട്ടും നീ അവരെ സ്വീകരിച്ച് അനയിച്ച് ചടങ്ങിലേക്ക് ക്ഷണിച്ചു. അത് വേഷം മാറി വന്ന മായാജാലക്കാരാണെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നു. അവർ വരത്തില്ലെന്നാണ് ആദ്യം എന്നെ അറിയിച്ചെങ്കിലും എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാൻ അവരെ സ്വീകരിച്ചത്. എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും വേഷത്തിൽ വന്നത് ആ മായാജാലക്കാരി തന്നെയാണ്. ഘോരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതവ്രതം തന്നെ. പക്ഷേ ഇനി അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. ഇപ്പോഴീ പരാജയം വരാൻ പോകുന്ന മഹാവിജയത്തിന്റെ നാന്ദിയാണ്. ആ ദൈവിക ശക്തികളോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഞാൻ. ഉഗ്രസേന അഘോരയായി തന്നെ ഞാൻ അവരെ നേരിടും. ഇന്ദുമതി, എന്തായി സുരേന്ദ്രേട്ടാ, അവരെ പറ്റി വല്ല വിവരം കിട്ടിയോ? ഇനി ഒന്നും കൊണ്ടും പേടിക്കാനില്ല. സാക്ഷാൽ മൂകാംബികമ്മയുടെ മുന്നിൽ വെച്ച് കുറച്ചു മുമ്പുള്ള ശുഭമുഹൂർത്തത്തില് വിദ്യാമ്മയുടെ കാർമ്മികത്വത്തില് സന്ദീപിന്റെയും ദേവൂട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞോ? അതെ, എല്ലാം മൂകാംബികമ്മയുടെ അനുഗ്രഹമാണ്. ഇന്ദു, എന്റെ മോൾ ആഗ്രഹിച്ചതും അവൾക്ക് അർഹതപ്പെട്ടതുമായ ഒരാൾ അവളുടെ കഴുത്തിൽ താലി കെട്ടും.